ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ രമേശൻ നായർ ചിന്നമോൾ താമസിക്കുന്ന അനാഥാലയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രേവതി കുട്ടിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ പറയുന്നുണ്ട് ഇവിടെ രേവതി കുട്ടി ഇല്ല, രേവതി കുട്ടി ഉള്ളത് പാലാഴിയിലാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് ഞാൻ പാലാഴി പോയി അന്വേഷിച്ചതാണ്, പക്ഷെ അവിടെ അവരില്ല എന്നാ പറഞ്ഞ 36 വയസ്സുള്ള പെൺകുട്ടിയാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സിസ്റ്റർ പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രേവതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയെ വിളിക്കുമ്പോൾ ചിന്നമോളാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ ചിന്നമോളോട് ചോദിക്കുന്നുണ്ട് എടി നിനക്ക് സുഖമാണോ ചോദിക്കുന്ന സമയത്ത് ചിന്നമോൾ പറഞ്ഞ സുഖം ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ സംസാരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റർ വാങ്ങിയിട്ട് പറയുന്നുണ്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വന്നിരുന്നു, അയാൾ പറഞ്ഞ പ്രായം അനുസരിച്ചിട്ട് നീയാണ് ആ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെയോ ചോദിച്ചിട്ട് അവളെ നിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ അവളെ നീ ഇല്ല എന്നാണ് പറഞ്ഞിട്ട് അവർ വിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നേരെ ചെല്ലണത് രേവതിക്കുട്ടി ഗ്രേസി അമ്മയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഗ്രേസി അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്നെ അന്വേഷിച്ചിട്ട് ആരെങ്കിലും ഇവിടെ വന്നിരുന്നു ആൻറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസി അമ്മ പറയുന്നുണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ രേവതി കുട്ടി അത് വിടുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രാജീവൻ ഹരിയോട് പറയുന്നുണ്ട് ഇനി നമ്മൾ കടപ്പാട്ടൂറായിട്ട് ഒരു തമ്മിൽ ഇല്ല, അലീനെ ഇനി മോശമായി മോശമായിട്ട് അവളോട് സംസാരിക്കുക ഒന്നും ചെയ്യരുത്, ഇനി അവളോട് മാന്യമായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടൂ എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വലിയ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് പോകണം. ഹരി എല്ലാവരോടും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.